അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചായിരുന്നു, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന ചാപ്റ്റർ പഠിച്ചായിരുന്നു. ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടോപ്പിക്കൊക്കെ എടുത്ത് നോട്ട്സൊക്കെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും ഒക്കെ എഴുതി എടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയറിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരിങ്ങനെയാണ്, കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ചാപ്റ്റർ 2 കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് പഠിക്കുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകളെക്കുറിച്ചാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തെടുക്കുന്ന രീതിക്കനുസരിച്ച്, അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മൾ എഴുതുന്ന സ്റ്റൈലിനനുസരിച്ച്, സ്റ്റൈൽ ഓഫ് ഓർഗനൈസിങ് ഓർ വേ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാം ഈസ് കാൾഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്നാണ് പറയുന്നത്. പാരാഡിം. അപ്പോൾ ദ വേ ഓഫ് ഓർഗനൈസിങ് ഓർ സ്റ്റൈൽ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാം ഈസ് കാൾഡ് പ്രോഗ്രാം പാരാഡിഗം. പാരാഡിഗം എന്നു ചോദിച്ചാൽ ഒരു പ്രോഗ്രാം എഴുതുന്ന രീതി, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുന്ന ആ സ്റ്റൈൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എഴുതുന്ന രീതി പറയുന്ന പേരാണെന്ത്? പ്രോഗ്രാമിംഗ് പാരാഡിം. അപ്പം C++ എന്ന് പറയുന്ന ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ്സ് 2 ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് പാരാഡിം. അപ്പം 2 ടൈപ്പ് പ്രോഗ്രാമിംഗ് പാരാഡിമാണ് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2 ടൈപ്പ് പ്രോഗ്രാമിംഗ് ആണ്, 2 ടൈപ്പ് പാരാഡിമാണ്. എന്തൊക്കെയാണ് 2 ടൈപ്പ് പാരാഡിം? ഒന്ന് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിമും, അഥവാ പോപ്പ് എന്ന് പറയും. രണ്ടാമത്തത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ഓർ ഊപ്പ്. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിം എന്നും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിം എന്നും പ്രോഗ്രാമിംഗ് പാരാഡിമിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പാരാഡിമാണ്. കാര്യം C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, C++ ലാംഗ്വേജ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? C++ ഈസ് എ ഹൈ ലെവൽ ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ ജാർനെ സ്ട്രൗസ്ട്രപ്പ് ആൻഡ് ഇറ്റ്സ് ഫീച്ചർ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നൊരു ഫീച്ചർ പഠിച്ചായിരുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ ഫീച്ചറാണ് C എന്ന ലാംഗ്വേജിൽ നിന്ന് C++ എന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തപ്പോൾ C++നെ എന്ത് ചെയ്തത്? വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം C++ൻ്റെ പ്രത്യേകത, C++ ലാംഗ്വേജ് മുതലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ C++ ലാംഗ്വേജ് എഴുതുന്ന ചെറിയ ചെറിയ പ്രോഗ്രാംസുകളൊക്കെ, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകളെല്ലാം ആദ്യം പറഞ്ഞ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിമും വലിയ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിമും. അപ്പോൾ അത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഡാഷ് ലാംഗ്വേജ് ഫോളോസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് ചോദിച്ചാൽ C++ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് ഇത് രണ്ടും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ C++ൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ C++ൻ്റെ മെയിൻ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ആണെങ്കിലും അതെന്തുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് C++ ഇംപ്ലിമെൻറ്റ്സ് 2 ടൈപ്സ് ഓഫ് പാരഡിം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. അപ്പോൾ C++ ഇംപ്ലിമെൻറ്റ്സ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. പോപ്പ് ആൻഡ് ഊപ്പ്. പോപ്പ് എന്നും ഊപ്പ് എന്നുമാണ് അതിൻ്റെ ചുരുക്കി പറയുന്നത്. അപ്പോൾ അതിനാദ്യം പോപ്പ് എന്നതാണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം എന്നതാണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം എന്നു വെച്ചാൽ ഇൻ പോപ്പ് അല്ലെങ്കിൽ ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം, അല്ലെങ്കിൽ പോപ്പ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾ ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയേഴ്സ്. പ്രാധാന്യങ്ങൾ നൽകുന്നത് എപ്പോഴും പ്രവർത്തനങ്ങൾക്കാണ് എന്ത് നൽകുന്നത്? പ്രാധാന്യം നൽകുന്നത്. ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയേഴ്സ് റാദർ ദാൻ ഡേറ്റ ഓർ ഒബ്ജക്റ്റ്. ആ പ്രോഗ്രാമിനകത്ത് വരുന്ന ഡേറ്റയ്ക്കോ ഒബ്ജക്റ്റിനോ ഒക്കെ നൽകുന്ന പ്രാധാന്യത്തെക്കാൾ ആ ഡേറ്റയും ഒബ്ജക്റ്റുമൊക്കെ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് കൊടുക്കുന്നത്. പ്രൊസീജിയേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് കൊടുക്കുന്നത്. നമ്മൾ അൽഗോരിതം എഴുതിയായിരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അപ്പോൾ അവിടെ ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ. അപ്പം പ്രൊസീജിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് പാരഡിഗം അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ പ്രൊസീജിയറിനാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. അപ്പം ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ റാദർ ദാൻ ഡേറ്റ ഓർ ഒബ്ജക്റ്റ്. ഡേറ്റയ്ക്കും ഒബ്ജക്റ്റിനും കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസിനെ അറിയപ്പെടുന്ന പേര്
പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓർ ടോപ്പ് ഡൗൺ ലാംഗ്വേജസ് എന്നറിയപ്പെടും. അപ്പം ലാംഗ്വേജസ് ആർ നോൺ ആസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓർ ടോപ്പ് ഡൗൺ ലാംഗ്വേജസ്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യകാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബേസിക്, ഫോർട്രാൻ, പാസ്കൽ, സി ഒക്കെയാണ് എന്ത് ലാംഗ്വേജ്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓർ ടോപ്പ് ഡൗൺ ലാംഗ്വേജസ്. അല്ലെങ്കിൽ ഇവയെല്ലാം ഫോളോ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് പറയുന്നത് ഏതായിരുന്നു? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ആയിരുന്നു. അത് ഈ ലാംഗ്വേജസിനകത്തൊക്കെ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ. പ്രൊസീജിയറിനായിരുന്നു എന്ത് കൊടുത്തുകൊണ്ടിരുന്നത്? ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത് റാദർ ദാൻ ഡേറ്റയേക്കാൾ ഇമ്പോർട്ടൻസ് ആർക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്? പ്രൊസീജിയേഴ്സിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിമിന് ദേർ ആർ സം ലിമിറ്റേഷൻസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്? പോയിൻ്റാണ്, നിങ്ങൾ പോയിൻ്റ് പഠിച്ചാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വലിയ ലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം എന്നേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ആ പോയിന്റ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒന്ന്, ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റയ്ക്ക് യാതൊരുവിധ വാല്യൂവും കൊടുക്കാറില്ല. ഡേറ്റയ്ക്ക് നമ്മൾ പറഞ്ഞു ദർ ഈസ് നോ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ഡേറ്റ. ഡേറ്റയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കാറില്ല. എപ്പോഴും കൊടുക്കുന്ന ആർക്കാണ്? ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ആ പ്രൊസീജിയറിനാണ് എന്ത് കൊടുക്കുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോപ്പിനകത്ത് നമ്മൾ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഫംഗ്ഷനായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷനായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനകത്ത് വരുന്ന ഡേറ്റയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണോ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയറാണോ ചെയ്യുന്നത്, അതിന് മാത്രമേ എന്ത് കൊടുക്കാറുള്ളൂ? ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ വാല്യൂഡ് ആണ്. ഡേറ്റയ്ക്ക് യാതൊരു വിധത്തിലുള്ള എന്തുമില്ല? വാല്യൂമില്ല. അപ്പോൾ ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. രണ്ടാമത്തെ എന്താണ്? ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ്സ് നീഡ് മോഡിഫിക്കേഷൻസ് ഓഫ് ആൾ ഓർ മെനി ഫങ്ഷൻസ്. നമ്മൾ പുതിയ ഡേറ്റ എലമെൻറ്റുകൾ ആഡ് ചെയ്താൽ പറഞ്ഞു ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം അവിടെ പ്രൊസീജിയർ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിരിക്കുകയാണ്. പുതിയൊരു ഡേറ്റ ഐറ്റം വരുമ്പോഴത്തേക്ക് ആ ഡേറ്റയ്ക്ക് അനുസരിച്ച് നമ്മൾ ആ പ്രൊസീജിയറിനകത്ത് എന്ത് വരുത്തേണ്ടതായിട്ട് വരും? മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ട് വരും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻ ടു ആൾ ഓർ മെനി ഫങ്ഷൻസ്. പുതിയ ഡേറ്റകൾ അല്ലെങ്കിൽ പുതിയ ഐറ്റംസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആ സ്ട്രക്ചർ എന്ത് ചെയ്യേണ്ടി വരും? ആ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ട് വരും. അതാണെന്ത്? രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ഓർ ലിമിറ്റേഷൻസ്. മൂന്നാമത്തെ എന്താണ്? ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. നമ്മളിപ്പം പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഡിഫിക്കൽട്ടാണ്. കാര്യം അങ്ങനെ ഒരു ലാംഗ്വേജിനകത്ത് നമ്മളുടേതായ രീതിയിലുള്ള ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുവാനുള്ള കഴിവിനെ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കഴിവിനെ പറയുന്ന പേര് എക്സ്റ്റെൻസിബിലിറ്റി എന്നാണ് പറയുന്നത്. എക്സ്റ്റെൻസിബിലിറ്റി എന്തെന്ന് പറയും? എക്സ്റ്റെൻസിബിലിറ്റി എന്താണ്? എക്സ്റ്റെൻസിബിലിറ്റി എന്ന് വെച്ചാൽ ദ കേപ്പബിലിറ്റീസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് കാൾഡ് എക്സ്റ്റെൻസിബിലിറ്റി. ദി പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി ഓഫ് അല്ലെങ്കിൽ ദ ലാംഗ്വേജ് ദാറ്റ് ഹാസ് എ കേപ്പബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് കാൾഡ് എക്സ്റ്റെൻസിബിൾ ലാംഗ്വേജസ് എന്ന് പറയും. അപ്പം എക്സ്റ്റെൻസിബിലിറ്റി എന്ന് വെച്ചാൽ അതാണ് പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുവാനുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് തരുന്ന ആ ഒരു ഫ്രീഡത്തെയാണെന്ന് പറയുന്നത് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് നമുക്ക് പുതിയ ഡേറ്റ ടൈപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എക്സ്റ്റെൻസിബിൾ. പ്രൊസീജിയർ ലാംഗ്വേജസ് ആർ നോട്ട് എക്സ്റ്റെൻസിബിൾ. എന്തല്ല? എക്സ്റ്റെൻസിബിൾ അല്ല. അപ്പോൾ അവിടെ നിന്നൊരു ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ്? ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് നോൺ ആസ് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയും. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ട്. ആ എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്ന ആ ഫീച്ചർ എവിടെയില്ല? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പാരഡിം ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസ് ആർ നോട്ട് എക്സ്റ്റെൻസിബിൾ. അവരൊന്നും എന്തല്ല? എക്സ്റ്റെൻസിബിൾ അല്ല. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. അപ്പോൾ നമുക്ക് എല്ലാ റിയൽ വേൾഡ് മോഡലിങ്ങും നമുക്ക് എന്ത് വെച്ച് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പം എല്ലാ പ്രോബ്ലംസും നമുക്ക് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റിയൽ വേൾഡ് മോഡലിംഗ് എന്ന് പറയുന്നത് വളരെ പുവറാണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. അപ്പം ഇതായിരുന്നു പാരഡിം എന്ന് വെച്ചാൽ ദ വേ ഓഫ് ഓർഗനൈസിങ് ഓർ ദി സ്റ്റൈൽ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാം ഈസ് കാൾഡ്
പാരഡിം C++ ഇംപ്ലിമെൻറ്റ്സ് 2 ടൈപ്സ് ഓഫ് പാരഡിം. ഒന്ന് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം, രണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. അതിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം എന്തായിരുന്നു? ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം focus is given to procedure rather than data or object. The language that follows POP is known as procedure oriented programming languages or top down languages. Example BASIC, Fortran, Pascal, C, etc. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ലിമിറ്റേഷൻ ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? അണ്ടർ വാല്യൂഡ് ആണ്. ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് may require modification to all or many functions. പുതിയ ഡേറ്റ എലമെൻ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് പ്രോഗ്രാമുകളുടെ ഫംഗ്ഷനുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മോഡിഫിക്കേഷൻ നടത്തേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് നോട്ട് എക്സ്റ്റെൻസിബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് കനോട്ട് ക്രിയേറ്റ്, അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഡിഫിക്കൽട്ട് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എക്സ്റ്റെൻസിബിൾ. എന്തല്ല? എക്സ്റ്റെൻസിബിൾ അല്ല. നാലാമത്തത് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. അതാണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ഓർ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. എന്തൊക്കെയായിരുന്നു? ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്. ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻ ടു ആൾ ഓർ മെനി ഫങ്ഷൻസ്. Creating new data type is difficult. Poor real world modeling. അപ്പോൾ ഇതായിരുന്നു എന്ത്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഏതായിരുന്നു? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ജസ്റ്റ് പ്രൊസീജിയറിൻ്റെ ഓപ്പോസിറ്റ് ആണ്. എന്തായിരിക്കും അപ്പം? ഇറ്റ് ഫോക്കസ് ഈസ് ഗിവൺ, അല്ലെങ്കിൽ ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം focus is given to data or object rather than procedure. ഡേറ്റയ്ക്കും ഒബ്ജക്റ്റിനുമാണ് എന്ത് കൊടുക്കുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആർക്കല്ല? പ്രൊസീജിയറിനല്ല. അപ്പം ഇറ്റ് ഫോക്കസ് ഓൺ ഡേറ്റ ഓർ ഒബ്ജക്റ്റ് റാദർ ദാൻ പ്രൊസീജിയർ. ഡേറ്റയ്ക്കും ഒബ്ജക്റ്റിനും എന്ത് കൊടുക്കും? ഫോക്കസ് കൊടുക്കും. പ്രൊസീജിയറിനേക്കാൾ ഫോക്കസ് കൊടുക്കുന്ന ആർക്കാണ്? ഡേറ്റയ്ക്കും ഒബ്ജക്റ്റിനുമാണ്. ഇറ്റ് ബൈൻഡ്സ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് കാൾഡ് ഒബ്ജക്റ്റ്. ഡേറ്റയും ഫംഗ്ഷനെയും എല്ലാം കൂടി ഒരുമിച്ച് ഒരു യൂണിറ്റ് ആക്കി എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഒബ്ജക്റ്റുകളായിട്ട് എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. സോ ഇറ്റ് ഗിവ് ഫോക്കസ് ടു ഒബ്ജക്റ്റ്. അത് ആർക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ ആയിരുന്നു ഫോക്കസ്, അവിടെ ആർക്കാണ്? ഒബ്ജക്റ്റിനാണ്. ഇവിടെ ഫംഗ്ഷൻ ആയിരിക്കും, ഡേറ്റ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവിടെ ഡേറ്റയും ഒബ്ജക്റ്റും ഒരുമിച്ച് നിൽക്കും. ആ ഡേറ്റയും ഫംഗ്ഷനും ഡേറ്റയും ഒരുമിച്ച് ചേർന്ന് എന്തായി മാറും? ഒബ്ജക്റ്റായി മാറും. സോ ഇറ്റ് ഫോക്കസ് ഈസ് ഗിവൻ ടു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനാണ് എന്ത് കൊടുക്കുന്നത്? ഫോക്കസ് കൊടുക്കുന്നത്. ലാംഗ്വേജസ് ആർ നോൺ ആസ്, ആ ലാംഗ്വേജ്, ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ഫോളോ ചെയ്യുന്നത് ലാംഗ്വേജസ് ആർ നോൺ ആസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓർ ബോട്ടം അപ്പ് ലാംഗ്വേജസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നോ അല്ലെങ്കിൽ എന്തെന്നോ അറിയപ്പെടും? ബോട്ടം അപ്പ് ലാംഗ്വേജ് എന്നോ അറിയപ്പെടും. അപ്പോൾ ദ ലാംഗ്വേജസ് ആർ നോൺ ആസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓർ ബോട്ടം അപ്പ് ലാംഗ്വേജസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നോ ബോട്ടം അപ്പ് ലാംഗ്വേജസ് എന്നോ ഏതിനെ അറിയപ്പെടും? ഈ പറയുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസിനെ അറിയപ്പെടും. എക്സാമ്പിൾ ചോദിച്ചാൽ C++, Java are examples of object oriented programming language. Object oriented programming language എക്സാമ്പിൾ ആണ് ഏത്? C++ഉം ജാവ എന്ന് പറയുന്നത്. അപ്പം അതാണ് എന്ത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇത് വരാനുള്ള കാര്യം എന്താണ്? ഈ പറഞ്ഞ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗമത്തിലുണ്ടായിരുന്ന ഈ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് വന്നതാണ് ഏത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫോക്കസ് കൊടുത്തിരുന്നത് ഒബ്ജക്റ്റിനാണ് റാദർ ദാൻ പ്രൊസീജിയർ. അവിടെ ഡേറ്റയും ഫംഗ്ഷനും എല്ലാം കൂടി ഒരുമിച്ച് എന്താക്കി മാറ്റും? ഒബ്ജക്റ്റായിട്ട് കരുതും. ഒബ്ജക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലാംഗ്വേജസിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓർ ബോട്ടം അപ്പ് ലാംഗ്വേജസ് എന്നറിയപ്പെടും. അതിന് എക്സാമ്പിളാണ് ഏത്? C++ ഓർ ജാവ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ കോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എന്താണ്? വളരെ ഈസി ആയിരുന്നു. വി ക്യാൻ ഈസിലി മോഡിഫൈ ആൻഡ് മെയിൻറ്റെയിൻ കോഡ്. കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും
വളരെ എളുപ്പമായിരുന്നു. 2 പ്രൊവൈഡ് മോഡുലാർ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാംസ്. ഒരു സ്ട്രക്ചറൽ പ്രോഗ്രാംസുകളാണ്. പ്രോഗ്രാമിനൊക്കെ ഒരു മോഡുലാർ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 3 കോഡ് ഷെയറിങ്. ആ കോഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, പല പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇൻഫർമേഷൻ ഹൈഡിങ്. നമുക്ക് ഇൻഫർമേഷനുകളൊക്കെ എന്ത് ചെയ്ത് വെക്കാൻ പറ്റും, ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. പുതിയ ഡാറ്റ ടൈപ്പുകളൊക്കെ നമുക്ക് നമ്മുടെ പർപ്പസിനനുസരിച്ച് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എക്സ്റ്റെൻസിബിളാണ്. നമ്മൾ തന്നെ ഇപ്പം സ്ട്രക്ചർ എന്നും പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു. അതുപോലെ ഇപ്പോൾ ക്ലാസ് എന്നും പറഞ്ഞൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ അങ്ങനെ പുതിയ ഡാറ്റ ടൈപ്പുകൾ നമ്മുടെ പർപ്പസിനനുസരിച്ച് പുതിയ ഡാറ്റ ടൈപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് പോപ്പ് ലാംഗ്വേജസ് ആർ എക്സ്റ്റെൻസിബിൾ. ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് റിയൽ ലൈഫ് സിനാരിയോസ്. മിക്കവാറുമുള്ള എല്ലാ റിയൽ ലൈഫ് സിനാരിയോസിനെയും നമുക്ക് എന്ത് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതാണെന്ത് അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ചോദിച്ചാൽ ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഈസിയാണ്. പ്രൊവൈഡ് മോഡുലാർ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാംസ്, കോഡ് ഷെയറിംഗ്, ഇൻഫർമേഷൻ ഹൈഡിംഗ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്. ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് റിയൽ ലൈഫ് സിനാരിയോസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിംസ്. അപ്പോൾ ഇതാണെന്ത് 2 ടൈപ്പ് പാരഡിംസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പാരഡിം എന്ന് വെച്ചാൽ ദ വേ ഓഫ് ഓർഗനൈസിങ് ഓർ ദി സ്റ്റൈൽ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാം ഈസ് നോൺ ആസ് പാരഡിം. C++ implements 2 types of paradigms: procedure oriented programming paradigm or POP, object oriented programming paradigm or OOP. ആദ്യം പോപ്പ് എന്തായിരുന്നു? അതായത് പോപ്പ് എന്ന് വെച്ചാൽ ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ഫോക്കസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയർ റാദർ ദാൻ ഡേറ്റയേക്കാൾ പ്രാധാന്യം പ്രൊസീജിയറിനാണ്. ദ ലാംഗ്വേജസ് ദാറ്റ് യൂസ് പോപ്പ് ഈസ് നോൺ ആസ് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓർ ടോപ്പ് ഡൗൺ ലാംഗ്വേജസ്. എക്സാമ്പിൾ ഫോർട്രാൻ, ബേസിക്, പാസ്കൽ, സി എക്സെട്ര. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു. എന്തായിരുന്നു ലിമിറ്റേഷൻസ്? Data is undervalued. Adding new data element may require modification to all or many functions. Creating new data type is difficult. Poor real world modeling. The ability of a programming language to create new data type is known as extensibility. The ability of a programming language to create new data type is known as extensibility. Procedure oriented programming languages are not extensible. എന്താണ് കാര്യം? cannot create new data types. പുതിയ ഡാറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവാർക്കില്ല. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനില്ല. അതുകൊണ്ട് ദേ ആർ നോട്ട് എക്സ്റ്റെൻസിബിൾ. 4-മത്തത് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. അപ്പോൾ ഇതാണെന്ത് ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. ഇനി 2-മത്തേതായിരുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയിരുന്നു. ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഫോക്കസ് ഈസ് ഗിവൺ ടു ഒബ്ജക്റ്റ് ഓർ ഡേറ്റ റാദർ ദാൻ പ്രൊസീജിയറിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡേറ്റയ്ക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനാണ്. ഇറ്റ് ബൈൻഡ് ഡേറ്റ ആൻഡ് ഫംഗ്ഷൻ. ഡേറ്റയും ഫംഗ്ഷനെയും ഒരുമിപ്പിച്ച് എന്താക്കി മാറ്റും? ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ് കാൾഡ് ഒബ്ജക്റ്റാക്കി മാറ്റിയാണ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോക്കസ് ഈസ് ഗിവൺ ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. ലാംഗ്വേജസ് ആർ നോൺ ആസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓർ ബോട്ടം അപ്പ് ലാംഗ്വേജസ്. എക്സാമ്പിൾ C++, ജാവ. അഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ കോഡ്. ഈ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എന്താണ്? ഈസിയാണ്. 2 പ്രൊവൈഡ് മോഡുലാർ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാംസ്. എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. കോഡ് ഷെയറിംഗ്. 3-മത്തത് കോഡ് ഷെയറിംഗ്. 4 ഇൻഫർമേഷൻ ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. പുതിയ ഡാറ്റ ടൈപ്പുകൾ ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് റിയൽ ലൈഫ് സിനാരിയോസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതാണെന്ത്? അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം. അപ്പോൾ ഇതൊന്ന്
ഇതാണ് നമ്മുടെ ആദ്യത്തെ ആ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള എന്തെന്ന് വെച്ചാൽ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. കൺസെപ്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിന് എത്ര കൺസെപ്റ്റ് ഉണ്ട്? ദെയർ ആർ 7 കൺസെപ്റ്റ്. 7 കൺസെപ്റ്റുകളാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനുള്ളത്. അപ്പോൾ ഞാനതൊന്ന് പറയാം. അടുത്ത ദിവസം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട്, അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കൺസെപ്റ്റുകളൊന്ന് പറയാം. 7 കൺസെപ്റ്റുകളാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനുള്ളത്. എന്തൊക്കെയാണ് ആ കൺസെപ്റ്റ്? 1 ഒബ്ജക്റ്റ്, 2 ക്ലാസ്, 3 ഡേറ്റ അബ്സ്ട്രാക്ഷൻ, 4 ഡേറ്റ എൻക്യാപ്സുലേഷൻ, 5 മോഡുലാരിറ്റി, 6 ഇൻഹെറിറ്റൻസ്, 7 പോളിമോർഫിസം ആർ ദി 7 കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ 7 കൺസെപ്റ്റ് ഏതൊക്കെയായിരുന്നു? ഒബ്ജക്റ്റ്, ക്ലാസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, modularity, inheritance and polymorphism are the 7 concept of object oriented programming. അപ്പോൾ ഇത് നമുക്ക് ഈ 7 കൺസെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.